പ്രിയപ്പെട്ടവരെ, ഇന്ന് 11-11-111 എന്നീ ഏഞ്ചൽ നമ്പറുകളുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നമ്പറുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഏഞ്ചൽ നമ്പേഴ്സ് എന്താണെന്നും അവയുടെ രഹസ്യങ്ങളും വിശദീകരിക്കുന്നു. കൂടാതെ 11-11-111 എന്നീ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും പറയുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. എന്താണ് ഏഞ്ചൽ നമ്പറുകൾ? ഏഞ്ചൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൂതൻ എന്നാണ്. അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എന്നാൽ നമുക്കുള്ള സന്ദേശവുമായി വരുന്ന നമ്പറുകൾ എന്നാണ്. ഏഞ്ചൽ നമ്പറുകൾ ആവർത്തിച്ചു വരുന്ന സംഖ്യാശ്രേണികളാണ്. ഉദാഹരണത്തിന് 111, 1111 ഇവ ഏഞ്ചൽ നമ്പറുകളാണ്. ഏഞ്ചൽ നമ്പറുകൾക്ക് ആത്മീയ സന്ദേശങ്ങളുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഏഞ്ചൽ നമ്പറുകൾ ദൃശ്യമല്ല. നിങ്ങൾ ക്ലോക്കിലോ ബില്ലുകളിലോ ദൈനംദിന സ്ഥലങ്ങളിലോ ഒരു പാറ്റേണിലുള്ള നമ്പറുകൾ ആവർത്തിച്ചു കാണാൻ തുടങ്ങിയാൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത്, നാം നമ്മുടെ ഹയർ സെൽഫുമായും പ്രപഞ്ചശക്തിയുമായും ബന്ധപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം സാധാരണ ഊർജ്ജനിലയിലുള്ള ഒരാൾക്ക് ഈ നമ്പറുകൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. അതായത് ആത്മീയമായി നാം ശക്തി പ്രാപിക്കുമ്പോഴാണ് ഇവ നമുക്ക് ദൃശ്യമാകുന്നത്. നമ്മുടെ ഓറകളും ചക്രകളും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിവ ദൃശ്യമാകാൻ തുടങ്ങും. പ്രത്യേകിച്ച് സഹസ്രാര ചക്രം, ആജ്ഞാചക്രം, ഹൃദയചക്രം ഇവ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇവ ദൃശ്യമാകുന്നത്. പ്രപഞ്ചശക്തിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആഗ്രഹിക്കുന്നവർ നിരന്തരമായ മെഡിറ്റേഷൻ വഴി മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓറ ക്ലെൻസിംഗ് മെഡിറ്റേഷൻ, ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ എന്നിവ ദിവസവും ഉറങ്ങുന്നതിന് മുൻപും അതിരാവിലെ ഉറക്കം ഉണർന്ന ഉടനെയും ചെയ്യുക. സമയക്കുറവുണ്ടെങ്കിൽ ഓറ ക്ലെൻസിംഗ് മെഡിറ്റേഷൻ രാത്രിയിലും ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ രാവിലെയും ചെയ്യുക. എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സ് വെച്ചാൽ നമുക്കത് സാധിക്കും. ഇവ രണ്ടിനുമുള്ള മെഡിറ്റേഷൻ വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ മുമ്പ് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചക്ര ഹീലിംഗ്, ഓറ ക്ലെൻസിംഗ് മെഡിറ്റേഷൻ നടത്താവുന്നതാണ്. നമുക്ക് ഏഞ്ചൽ നമ്പറുകളിലേക്ക് വരാം. ഏഞ്ചൽ നമ്പറുകൾ മാലാഖമാരിൽ നിന്നോ പ്രപഞ്ചത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഉന്നത ശക്തിയിൽ നിന്നോ ലഭിക്കുന്ന സൂചനകളാണ്. അവ നമ്മുടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. നമ്മൾ ആവർത്തിച്ചു കാണുന്ന ഏഞ്ചൽ നമ്പറുകൾ യാദൃശ്ചികമല്ല. അവ ബോധപൂർവമായ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. നിങ്ങൾ ശരിയായ പാതയിൽ ആണെന്ന് അറിയിക്കുന്നതിനുള്ളൊരു സ്ഥിരീകരണമായി അവ പ്രവർത്തിക്കുന്നു. ഏഞ്ചൽ നമ്പറുകൾ സംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂമറോളജിയിൽ ഓരോ നമ്പറിലും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ നമ്പറുകൾ ശ്രേണികളായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഓരോ ഏഞ്ചൽ നമ്പറിനും പൊതുവായ വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അവയുടെ അർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും മാറും. ഒരാൾക്ക് പ്രാധാന്യമുള്ളതായി തോന്നുന്ന നമ്പർ മറ്റൊരാൾക്ക് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ഇത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇന്ന് നമുക്ക് 111, 1111 എന്നീ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവ പുതിയ തുടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ നമ്പറുകൾ കാണാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ശക്തമാണെന്നും അവ ഉടൻ തന്നെ സഫലീകരിക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കുക. ഈ 2 നമ്പറുകളും മാനിഫെസ്റ്റേഷൻ, സ്പിരിച്വൽ അലൈൻമെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആവർത്തിച്ച് 1111 കാണുകയാണെങ്കിൽ അത് ഏതെങ്കിലും കാര്യത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചന ആയിരിക്കും. ഇതിനെ നമുക്ക് പുതിയ കാര്യങ്ങൾക്കായുള്ള ഒരു ഉണർത്തൽ വിളിയായി കരുതാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ് എന്ന്
1111 ശക്തമായി സൂചിപ്പിക്കുന്നു. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പുതിയ അനുഭവങ്ങൾ നേടാനും അപ്രതീക്ഷിതമായ അവസരങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കാനും ഉള്ള സന്ദേശമാണ് 111 നിങ്ങൾക്ക് തരുന്നത്. മുന്നോട്ടു പോകാൻ പ്രപഞ്ചം കാണിക്കുന്ന പച്ചക്കൊടിയാണിത്. ഈ സംഖ്യയുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ കൂടുതലാണ്. ഈ സംഖ്യ നിങ്ങളുടെ ചിന്തകളുടെയും ഉദ്ദേശങ്ങളുടെയും ശക്തിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. 111 തുടർച്ചയായി കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ചിന്തകൾ അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനാൽ ഈ നമ്പറുകൾ തുടർച്ചയായി കാണുമ്പോൾ നിങ്ങൾ നല്ല മാനസികാവസ്ഥ അല്ലെങ്കിൽ പോസിറ്റീവ് മനോഭാവം കാത്തു സൂക്ഷിക്കണം. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും വേണം. നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഉയർന്ന അഭിലാഷങ്ങളുമായി ബന്ധിപ്പിക്കണം. ഭയത്തിലോ നെഗറ്റീവ് ചിന്തകളിലോ ഒരിക്കലും മുഴുകരുത്. കാരണം ഈ നമ്പറിന് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളതിനാൽ നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യമായി തീരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹജമായ അവബോധത്തെയും ആന്തരിക ജ്ഞാനത്തെയും വിശ്വസിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ച ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ യഥാർത്ഥ പാതയിലേക്കും ലക്ഷ്യത്തിലേക്കും നിങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളും ഉൾവിളികളും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്നതിന് സൂചനയാണിത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ലോകത്ത് നല്ല സ്വാധീനം ചെലുത്തുന്നതിനും ദൈവിക സഹായം ലഭിക്കുന്ന സമയമാണിത്. 1 എന്ന നമ്പർ സ്വാതന്ത്ര്യത്തെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. 111 കാണുന്നത് നിങ്ങളുടെ അതുല്യമായ കഴിവുകളെ സ്വീകരിക്കാനും നിങ്ങളെ ആത്മാർത്ഥമായി പ്രകടിപ്പിക്കാനും നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയിലേക്ക് കടക്കാനുമുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ്. തുടർച്ചയായി ഈ നമ്പർ കാണുന്നവർ അതിൻ്റെ എല്ലാ സാധ്യതകളും എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 1111. നമ്പർ 1 4 തവണ ആവർത്തിക്കുന്നത് കാരണം അതിൻ്റെ ഊർജവും പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഇത് ആഴത്തിലുള്ള ആത്മീയ സന്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11 ഒരു മാസ്റ്റർ നമ്പറായി കണക്കാക്കപ്പെടുന്നു. ഈ നമ്പർ സ്ഥിരമായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോധത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന അസ്തിത്വവുമായും ദൈവവുമായും കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാകുന്നു. നിങ്ങളുടെ ആത്മീയത വർദ്ധിക്കുന്നു. 111 പോലെ 1111 ഒരു അഭീഷ്ട സിദ്ധി നമ്പറാണ്. ഇതിന് 111 അപേക്ഷിച്ച് തീവ്രമായ ഊർജം ഉണ്ട്. ഒരു ഊർജ കവാടം തുറന്നിരിക്കുന്നു എന്നും നിങ്ങളുടെ ചിന്തകളും ഉദ്ദേശങ്ങളും തൽക്ഷണം യാഥാർത്ഥ്യം ആവുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ നമ്പർ തുടർച്ചയായി കാണുന്നവർക്ക് വലിയ സമ്പത്തും സ്നേഹവും സന്തോഷവും ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതിനാൽ ഇത്തരം ആളുകൾ തങ്ങൾക്ക് ഉണ്ടാകുന്ന ചിന്തകളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. നെഗറ്റീവ് ചിന്തകൾ പാടെ അകറ്റണം. 1111 കാണുന്നത് നിങ്ങൾക്ക് ദൈവിക മാർഗനിർദ്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ശക്തമായ സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതയാത്രയെ വിശ്വസിക്കാനും വെളിപ്പെടുന്ന പദ്ധതികളിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കാനും ഉള്ള ഒരു ആഹ്വാനമാണിത്. നിങ്ങളുടെ മാലാഖമാരും പ്രപഞ്ചവും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. 1111 പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണ് ഊന്നി പറയുന്നത്. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു പുതിയ പ്രധാന ഘട്ടം ആരംഭിക്കാൻ തുടങ്ങുന്നു. അത് വളർച്ചയ്ക്കും പരിവർത്തനത്തിനും ഉള്ള വലിയ സാധ്യതകളും അവസരങ്ങളും നിറഞ്ഞതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ബോധപൂർവം പ്രവർത്തിക്കാനുള്ള പ്രേരണയാണ് ഈ സംഖ്യ നൽകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് ബന്ധങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, വ്യക്തിപരമായ ക്ഷേമം എന്നിവയിൽ വ്യക്തവും നല്ലതുമായ ഉദ്ദേശങ്ങൾ വെക്കാൻ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും ആന്തരിക സമാധാനം നിലനിർത്താനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ ഈ നമ്പറിൻ്റെ ശക്തമായ ഊർജം പ്രയോജനപ്പെടുത്തി അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ചുരുക്കത്തിൽ 111, 1111 എന്നീ 2 നമ്പറുകളും പുതിയ തുടക്കങ്ങളുടെയും ശക്തിപ്പെടുത്തിയ അഭീഷ്ടസിദ്ധിയുടെയും ശക്തമായ ദൈവിക പിന്തുണയുടെയും സൂചനകളാണ്. പോസിറ്റീവായിരിക്കാനും ഉൾക്കാഴ്ചകളെ വിശ്വസിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ ചിന്തകളെ കേന്ദ്രീകരിക്കാനും ഉള്ള പ്രോത്സാഹനപരമായ അടയാളങ്ങളാണ് 111, 1111 എന്നീ 2 നമ്പറുകളും. ഈ നമ്പറുകൾ കൂടെ കാണുന്ന ഭാഗ്യവാന്മാർ 111,
1111 എന്ന് കമന്റ് ചെയ്യുക. എഴുതുന്ന കാര്യം യാഥാർത്ഥ്യമാകാൻ സാധ്യത കൂടുതലാണ് എന്ന് അറിയുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് പ്രയോജനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർ താങ്ക് യു ഏഞ്ചൽ നമ്പേഴ്സ് 1111 എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിച്ചു. Thank you all. Thank you, God.